തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സ്ഥാനാർത്ഥികളെല്ലാം അവസാനഘട്ട വോട്ടഭ്യർത്ഥനയിലും സ്ഥാനാർത്ഥി പര്യടനത്തിനും ഒക്കെയാണ്. അപ്പോൾ നിള 24 ലൈവ് എത്തിയിരിക്കുന്നത് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയുടെ അടുത്താണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന സവിശേഷത ആൽബിന ഷാഹുൽ. 22 വയസ്സാണ് പ്രായം. ആൽബിന ചില്ലറക്കാരിയല്ല, ഒരു ജേർണലിസം വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ ആൽബിന എങ്ങനെ നോക്കി കാണുന്നു ഈ ഇലക്ഷന്? ഇപ്പോൾ കൂടുതൽ യുവാക്കളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും ഏറ്റവും പ്രായം കുറഞ്ഞവരെയാണ് ഏറ്റവും കൂടുതൽ മുൻനിരയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുവാക്കളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ന്യൂട്രലാണ്, രാഷ്ട്രീയരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ യുവാക്കൾ വരുമ്പോൾ അത് യുവാക്കൾക്ക് തന്നെ ഒരു ആവേശമാവും. താഴെത്തട്ടിലുള്ള ഇപ്പോൾ ഗ്രാസ് റൂട്ട് ഡെമോക്രസിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അവർക്കാണെങ്കിലും ഒരു ഉന്മേഷവും എല്ലാം ഉണ്ടാവും എന്ന് പറയാം. പിന്നെ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനത്തിലെ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. യൂത്തിന്റെ റെപ്രസെന്റേഷൻ ആണെന്ന് സൂചിപ്പിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും സജീവ SFI പ്രവർത്തകയൊക്കെ ആയിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു യൂത്ത് എന്നുള്ള ഒരു പ്രിവിലേജ് കൊണ്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് മുമ്പ് പറഞ്ഞു വെച്ച പോലെ തന്നെ എല്ലാവരെയും ഇപ്പോൾ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇപ്പോൾ പാവപ്പെട്ട അമ്മമാരെയും എല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാനുകളുണ്ടോ? കുറെ പ്ലാനുകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് ഈ 5 വർഷത്തിന് മുമ്പ് ഭരിച്ച ഇപ്പോൾ ഇടതുപക്ഷം ഇവിടെ ചെയ്തത് എല്ലാവർക്കും അറിയാം. അത് മുൻനിർത്തിക്കൊണ്ടുള്ള വികസനമായിരിക്കും എന്തായാലും ചെയ്യുന്നുണ്ടാവുക. 9ാം വാർഡിന്റെ സ്ഥാനാർത്ഥിയാണ് അല്ലേ? അപ്പോൾ ഈ 9ാം വാർഡിന്റെ ഒരു പൾസിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോൾ എല്ലാവരും ഈ സ്ഥാനാർത്ഥിത്വം നല്ല രീതിയിലാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും അങ്ങോട്ട് നല്ല രീതിയിലുള്ള വികസനം ഏറ്റെടുക്കും. ഇവരൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇപ്പോൾ വീട്ടിൽ ചെല്ലുകയാണെങ്കിലും നമുക്കറിയാം. ഇപ്പോൾ അമ്മമാരുടെ ആണെങ്കിലും പഞ്ചന്മാരുടെയും അനുജത്തിമാരുടെ ആണെങ്കിലും ഇപ്പോൾ ചേട്ടന്മാരുടെയൊക്കെ ആണെങ്കിലും എല്ലാവരും ഈ സ്ഥാനാർത്ഥിത്വം നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ വിജയപ്രതീക്ഷയിലാണ്. എതിർ സ്ഥാനാർത്ഥികളും ശക്തരാണല്ലോ, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇപ്പോൾ ഒരു മത്സരം ഉണ്ടാകുമ്പോൾ എന്തായാലും 2 പേരും വേണം. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര ശക്തരാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു കഞ്ഞി അംഗമാണ് ഇത്. അപ്പോൾ ഞാനിതിലൊരു ശുഭപ്രതീക്ഷയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പരമാവധി എഫേർട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ നമ്മുടെ സഖാക്കളായിട്ടുള്ള ആൾക്കാർ പൂർണ്ണ പിന്തുണയുണ്ട്. ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറും ഈ വെളിയൂർക്കാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ജനസേവനത്തിന് വേണ്ടി തന്നെ മുന്നോട്ട് വെക്കാൻ ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ല രീതിയിലുള്ള വികസനം മുന്നോട്ട് വെക്കുന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പൊ എല്ലാവിധ വിജയാശംസകളും. നിള 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹന തപസ്. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.